സഫ, യുവർ ഫേവറേറ്റ് കംഫർട്ട് ക്രിയേറ്റർ. അപ്പോൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളൊരു ദിവസമാണ് കേട്ടോ. അത് നിങ്ങളുടെ അടുത്ത് കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇത് ഞാൻ ഇന്നലെ പെയിൻറ്റ് ചെയ്ത് വെച്ച ക്യാൻഡിൽസ് ആണ് കേട്ടോ. അതിൻ്റെ ബാക്കി കൂടി ഇന്ന് ചെയ്യാനുണ്ട്. എൻ്റെ ഷോർട്സൊക്കെ കാണുന്നവർ കണ്ടിട്ടുണ്ടാവും. ഞാനൊരു പുതിയ ഹോബി എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ചെയ്തതാണ്. ഇനി നമുക്ക് ചെറിയൊരു അൺബോക്സിങ് ആയാലോ. ഓവർ തിങ്കിങ് ഡൂഡിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റേഷനറി സപ്ലൈസ് ഒക്കെയാണ് വരുന്നത്. ഞാൻ നിങ്ങളെ കൂടി കാണിക്കാം കേട്ടോ. സ്റ്റിക്കേഴ്സ്, നോട്ട് പാഡ്സ്, ഡെയിലി പ്ലാനേഴ്സ്, പിന്നെ ബുക്ക് മാർക്സ് ഒക്കെയാണ് കേട്ടോ ഈ പാക്കേജിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പേജ് ഒന്ന് പോയി നോക്കിയാൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ കേട്ടോ മോർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റീവായി ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടൂൾസാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഡെയിലി പ്ലാനറിൽ തന്നെ പ്ലാൻ ചെയ്ത് ഇന്നത്തെ ദിവസം തുടങ്ങാമെന്ന് കേട്ടോ. ഇങ്ങനെ ഡേ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം തന്നെ പല കാര്യങ്ങളും ചെയ്തു തീർക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടൈം എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമെന്നൊക്കെ ഭയങ്കര ഒരു ക്ലിയർ പിക്ചർ ഉണ്ടാക്കാനത് ഹെൽപ്പ് ചെയ്യും. ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ. രാവിലെ തൊട്ട് ഇങ്ങനെ ചെറിയ മഴ. ഇങ്ങനെയുള്ള ദിവസങ്ങൾ എനിക്കിഷ്ടമാണ്. ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരിക്കാനാണ് ഇഷ്ടം. ബട്ട് ഇന്നത് നടക്കില്ല. ഭയങ്കര മഴയില്ലാത്ത ഇങ്ങനെ ഒരു ചാരുന്ന മഴ എപ്പോഴും ഇങ്ങനെ പെയ്യുന്നൊരു ദിവസമായിരുന്നു. ഇതെൻ്റെ നെഫ്യൂ നമ്പർ 2 ആണ് കേട്ടോ. ഇക്കാക്കാൻ്റെ രണ്ടാമത്തെ മോനാണ്. ഫെലിസ് സ്കൂളിൽ പോയതാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ചെറിയ ആൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നെ കണ്ട അപ്പോൾ നമുക്ക് പോവാമെന്നും പറഞ്ഞ് പുറത്തേക്കൊക്കെ വിളിച്ചുകൊണ്ടുപോകും. അപ്പോൾ എന്നോട് കാറിൻ്റെ കീ എടുക്കാൻ ഉപ്പാനോട് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, വണ്ടി എടുക്കാനൊക്കെ പറഞ്ഞിട്ട്. ഇന്ന് ഞാനൊരു സെൽഫ് കെയർ ഡേ ആക്കണം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ബേൺ ഔട്ട് ഫീലൊക്കെ വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമൊക്കെ ചെയ്ത് അങ്ങനെ ഒരു ഡേ ആണ് ഇന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ളതുകൊണ്ട് അതുമാതിരി പ്രൊഡക്റ്റീവ് ഡേ ആയതാണ്. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ എന്തെങ്കിലും സെൽഫ് കെയർ ആക്ടിവിറ്റീസൊക്കെയാണ് കേട്ടോ ചെയ്യാറ്. ഫേസ് മാസ്കോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ മസാജ് അങ്ങനത്തെ ഒക്കെ. അപ്പോൾ ഞാൻ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചൊരു ഫേസ് മാസ്ക് ഉണ്ടായിരുന്നു. ഓറഞ്ച് പീൽ വെച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് അപ്ലൈ ചെയ്യാനുള്ള പ്ലാനിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കിൻ കെയറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആദ്യം നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യേണ്ടത് നമ്മുടെ സ്കിൻ ഏത് ടൈപ്പാണെന്ന് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ സ്കിന്ന് കോമ്പിനേഷൻ സ്കിന്നാണ്. ഈ ഒരു ഏരിയയിൽ എപ്പോഴും ഓയിലി ആയിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എനിക്ക് പിമ്പിൾസ് ഒക്കെ വരുമ്പോൾ ആദ്യം പിമ്പിൾസ് വരല് മൂക്കിലാണ്. അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്നിടത്ത് നല്ല ഹൈലൈറ്റ് ആയിട്ട് വലിയ പിമ്പിൾസാണ് വരിക. ഇതാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം പോവാണ്ട് നിൽക്കുകയും ചെയ്യും. നല്ല വേദനയുള്ള ടൈപ്പ് പിമ്പിൾസാണ് വരിക. അപ്പോൾ ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് ഞാൻ കുറച്ച് പല പ്രൊഡക്ട്സ് ഒക്കെ മാറി യൂസ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ഫിഗർ ഔട്ട് ചെയ്തത്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഹിമാലയ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു ന്യൂ ആൻഡ് ബെസ്റ്റ് എവർ ഫോമിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് നീമിൽ നിന്ന് മാത്രമല്ല, ഇപ്പോൾ നീം പ്ലാന്റിന്റെ 5 പാർട്സിൽ നിന്നും കൂടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആര്യവേപ്പിന്റെ ഇലയില്ല, അതുപോലെ തന്നെ മെച്യൂർഡ് ആയിട്ടുള്ള ലീവ്സും അതിന്റെ സ്റ്റെമ്മ്, ഫ്രൂട്ട്, ഫ്ലവർ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി ഒരുമിച്ച് വർക്കായിട്ട് നമ്മളുടെ ഫേസിലുള്ള പിമ്പിൾസ് 5 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ റെഡ്യൂസ് ചെയ്യുന്നുള്ളത് ക്ലിനിക്കലി പ്രൂവൺ ആണ് കേട്ടോ. പിമ്പിൾസ് റെഡ്യൂസ് ചെയ്യുന്നത് മാത്രമല്ല, ആ പിമ്പിൾസ് പിന്നീട് വരാണ്ടിരിക്കാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നുള്ളത് ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇത് യൂസ് ചെയ്യാനും നല്ല സിമ്പിളാണ് കേട്ടോ. ആദ്യം ഫേസ് ഒന്ന് വെറ്റാക്കി കൊടുത്തതിന് ശേഷം ഒരു സ്മോൾ എമൗണ്ട് ഫേസ് വാഷ് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ സർക്കിൾ മോഷനിൽ ജെൻ്റ്ലി മസാജ് ചെയ്ത് കൊടുക്കുക. ഈ പ്രോഡക്റ്റ് ഒരു ജെൻ്റൽ യെറ്റ് വെരി എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലെൻസർ കൂടിയാണ് കേട്ടോ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം, ഈ പ്രോഡക്റ്റ് സോപ്പ് ഫ്രീ ആണ്. അതുപോലെ തന്നെ അതിനൊരു സ്കിൻ ഫ്രണ്ട്ലി pH വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഈ പിമ്പിൾസ് ഒക്കെ വെരി കോമൺ ആയിട്ടുള്ള പ്രശ്നമാണല്ലോ. അപ്പോൾ ഒരു ക്ലിയർ ആൻഡ് ഹെൽത്തി സ്കിന്നിന് ആഗ്രഹമുള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. ഈ ഒരു പ്രൊഡക്റ്റ് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് പോലെയുള്ള വെബ്സൈറ്റ്സിലും അതുപോലെ തന്നെ ഹിമാലയൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അവരുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രേറ്റ് ഡിസ്കൗണ്ടും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും പോയി നോക്കുക കേട്ടോ. അങ്ങനെ ഡേയിൻ്റെ ഫസ്റ്റ് ഹാഫ് ഞാൻ എനിക്ക് വേണ്ടി മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. വർക്ക് റിലേറ്റഡ് കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ കുറച്ച് റീഡിങ്ങും സമാധാനത്തിൽ ചായയൊക്കെ കുടിച്ചിരുന്ന് കുറച്ച് ഞാൻ എനിക്ക് വേണ്ടി തന്നെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു ബാഗ് ആർക്കൊക്കെ ഓർമ്മ ഉണ്ടെന്ന് എനിക്കറിയില്ല. കുറച്ച് പഴയൊരു ബാഗാണ്, ഞാൻ കോളേജിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേത്തൊക്കെ ഒരുപാട്
മാർക്സും ചളിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഈ പ്ലഷീസിൻ്റെ മേളിലും. അതുകൊണ്ട് ഞാൻ അതൊന്ന് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി ആദ്യം കുറച്ച് നേരം അതൊന്ന് സോക്ക് ചെയ്തിട്ട് വെക്കാമെന്നുള്ളൊരു തീരുമാനത്തിലാണിപ്പോൾ. കുറച്ച് മണിക്കൂർ ഇങ്ങനെ സോപ്പിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ വാഷ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ക്ലീൻ ആയിക്കോളും എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ. അങ്ങനെ അത് സോക്ക് ചെയ്യാനിട്ടിട്ട് ഞാൻ പിന്നെ ലഞ്ച് കഴിക്കാൻ പോയിട്ടോ. ഇനി ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ റിയൽ വർക്ക് തുടങ്ങാൻ പോകുന്നത്. ഇക്കാക്കാൻ്റെ വൈഫ് കാരമൽ പുഡിങ്ങും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മധുരം അതായിരുന്നു. ഫലത്തിന് ഭയങ്കര ഇഷ്ടമാണ് കാരമൽ പുഡിങ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് വീട്ടിൽ. അങ്ങനെ ടേബിളൊക്കെ ക്ലിയർ ചെയ്തു. ഇനി നമുക്ക് ക്യാൻഡിൽ പെയിൻറ്റിങ് വീഡിയോൻ്റെ ബാക്കി ഷൂട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ക്യാൻഡിൽ ഫുള്ളി പെയിൻറ്റ് ചെയ്തും കഴിയണം. ഞാനിതുവരെ ഷോർട്ട് വീഡിയോസൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ ലോങ് വീഡിയോസ് മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് കാരണം ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഷോർട്സ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. ലോങ് ഫോം വീഡിയോസ് മാത്രമേ ഉള്ളുമായിരുന്നു. അതുകൊണ്ട് ഷോർട്സ് എടുത്ത് എനിക്ക് ശീലമില്ലായിരുന്നു. അപ്പോൾ ഷോർട്സ് എടുത്ത് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഷോർട്സ് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. കുറച്ചേ ഫിൽം ചെയ്യേണ്ടുള്ളൂ, വേഗം എഡിറ്റ് ചെയ്തും കഴിയുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫിൽമിങ് സെറ്റപ്പ് കേട്ടോ. ട്രൈപോഡ്, ലൈറ്റ് ഒക്കെ വെച്ചിട്ടാണ്. ഇതുവരെ ലൈറ്റൊന്നും ഇല്ലായിരുന്നു. ലൈറ്റ് വെരി ന്യൂ അഡീഷനാണ്. അപ്പോൾ ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല. ഇത് വേറൊരു ആവശ്യത്തിന് ലൈറ്റ് വാങ്ങിയപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നമ്മളുടെ ബാഗ് സോക്ക് ചെയ്യാൻ വെച്ചതിൻ്റെ അപ്ഡേറ്റ് എന്താ അറിയോ? അധികം ക്ലീൻ ആവുന്നില്ല. അപ്പോൾ ഞാനൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തുട്ടാ. അങ്ങനെ കുറച്ച് നേരം കൂടി സോക്ക് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ മീൻ ടൈം നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ച ഫേസ് മാസ്ക് ഉണ്ടല്ലോ, അത് അപ്ലൈ ചെയ്യാം. ആ ക്യാൻഡിൽ പെയിൻറ്റിങ് ഫിൽം ചെയ്തപ്പോൾ തന്നെ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആ ക്യാൻഡിലുള്ള ഓരോ സിംഗിൾ ഫ്ലവറും ഇങ്ങനെ ഇരുന്ന് പെയിൻറ്റ് ചെയ്യല്ലായിരുന്നോ. അതുകൊണ്ട് അതിന് സമയം എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫേസ് മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്ത് അതൊരു 20 മിനിറ്റ്സ് എങ്കിലും ഫേസിൽ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാക്കി പണികളൊക്കെ എടുത്തു. ബാക്കി പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സോക്ക് ചെയ്യാൻ വെച്ച ബാഗൊക്കെ എടുത്ത് ഞാൻ വാഷിംഗ് മെഷീനിലിട്ടു. അപ്പോൾ ഓൾറെഡി 6 o'clock ആയതുകൊണ്ട് ആ ഒരു സമയത്ത് വോൾട്ടേജ് കുറവാകും. നമ്മളങ്ങനെയുള്ള മെഷീനറീസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. അപ്പോൾ ഞാനത് ഓൺ ചെയ്തില്ല, വാഷിംഗ് മെഷീനിൽ ഇട്ട് വെച്ചിട്ടേ ഉള്ളുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്യാൻഡിൽ പെയിൻറ്റിങ് വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന്. ഷോർട്ട് വീഡിയോ ആണെന്നുണ്ടെങ്കിലും എഡിറ്റ് ചെയ്യാൻ എനിക്ക് ഒരു 3-4 മണിക്കൂറൊക്കെ എങ്ങനെ ആയാലും എടുക്കാറുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അത് വേഗം കഴിയുമെന്ന് ഉദ്ദേശിച്ചത് ലോങ് ഫോം വീഡിയോ എഡിറ്റ് ചെയ്യാൻ എനിക്ക് 10 മണിക്കൂറൊക്കെ എടുക്കാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ 10 മണി സംതിങ് ആയി. അപ്പോൾ ഞാൻ ബാക്കി വാഷ് ചെയ്യാനുള്ളത് ഓണാക്കിയിട്ടിട്ട് പിന്നെ ഡിന്നർ കഴിക്കാൻ പോയിട്ടോ. അങ്ങനെ ഡിന്നർ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് വാഷിംഗ് മെഷീനിലിട്ടതൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ നമ്മൾ പ്ലഷീസൊക്കെ ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു. ബട്ട് ബാഗ് അത്ര ക്ലീൻ ആയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനി വല്ല ഡ്രൈ ക്ലീനിങ്ങിന് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാലാവും അതിൻ്റെ ഒരു പഴയ കളറിലാവുകയെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി കൊടുത്തു നോക്കണം. വോയിസ് ഓവർ ചെയ്യാൻ യൂസ് ചെയ്ത മൈക്കും ഒക്കെ ഇനി എടുത്തു വെച്ച് നമുക്ക് പ്ലാൻ ചെയ്ത പോലൊക്കെ ഡേ ആയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കിടക്കാൻ. അപ്പോൾ നമ്മൾ ഡെയിലി പ്ലാനർ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ടിക്ക് ചെയ്യാണ് കേട്ടോ. ഇന്ന് ചെയ്യാത്ത കാര്യങ്ങൾ ഇനി നാളേക്ക് മാറ്റി വെക്കാനും പറ്റും ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ.
അപ്പോൾ ഇന്നത്തെ ഡേ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ.